വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ജേർണലിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ജേർണലിംഗ് സീരീസ് പാർട്ട് 2 ആണ്. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാൻ തീരുമാനിച്ച് വെച്ചിട്ടുള്ളത് ഒരു കവായി തീം ജേർണലിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് കവായിക്ക് ഞാൻ നല്ല പേസ്റ്റൽ കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പേസ്റ്റൽ കളേഴ്സ് അല്ല, ഒരു കളർ തീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു നല്ല അടിപൊളി ലൈറ്റ് പേസ്റ്റ് ബ്ലൂ ആണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്കൂടെ ഗ്ലൂ ടാപ്പ് ഒന്ന് ചെറുതായി ചതിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഗ്ലൂ സ്റ്റിക്കൊക്കെ എടുത്ത് ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ സംഭവം വെരി സിമ്പിളാണ് ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ഇതുപോലത്തെ തീം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സൈഡ് ഭാഗമൊക്കെ അല്ലേ ടിയർ ചെയ്തിട്ട് കീറി കൊടുത്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാ ജേർണലിങ്ങിനും ഇതുപോലെ ഒരു ഇതുണ്ടാവും. അതില്ലാത്തൊരു ജേർണലിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറവാണെന്നല്ല, അത് 1-2 ഉണ്ടാവുള്ളൂ. പിന്നെ എൻ്റെ ജേർണലിങ് ടൂറിൻ്റെ വീഡിയോ മേ ബി ഞാൻ വീഡിയോ ഇടുന്നതിന് മുമ്പ് പോസ്റ്റ് ചെയ്യുക. അതായത് ഈ വീഡിയോ ഇടുന്നതിന് മുമ്പാവും പോസ്റ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ടാവും പോസ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഈ ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ നല്ല അടിപൊളി സിമ്പിൾ വർക്കാണ്. അതിന് അധികം തൈല പുകയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ മൈൻഡിൽ എന്താ ഉള്ളത് അങ്ങനെ ചെയ്ത് കൊടുക്കാനുള്ള ഒരു സംഭവമാണ് ഈ ജേർണലിംഗ് എന്ന് പറയണത്. അപ്പോൾ ഇങ്ങനത്തതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ച് റിലാക്സ് ചെയ്യും. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ്. പിന്നെ ഇതിൽ കുറച്ച് കോട്ട്സ് നമ്മുടെ മൈൻഡിൽ എന്താണുള്ളത് അത് എഴുതി കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു ജേർണലിങ്ങിൽ ഞാനൊരു എന്തെന്ന് പറയുക, ഈ ചാനലിനെ കുറിച്ചിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതായത് മൈ ചാനൽ ഫിറാ ക്രിയേഷൻ. അത് ലാസ്റ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ളത്. എൻ്റെ ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ അധികമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ അത്യാവശ്യം ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇനിയും ചെയ്യും. എൻ്റെ ഈ ഒരു ബുക്ക് ഞാൻ ഫുള്ളാക്കണ വരെ ഞാൻ ജേർണലിംഗ് ചെയ്യും കേട്ടോ. പിന്നെ എന്താ, സൈഡിൽ ചെറുതായ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഉണ്ടാകും. കാരണം ഇൻവെർട്ടർ ഓണാണ്. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലത്തെ ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഇതിൽ ഞാൻ ഹോം മെയ്ഡായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാറ്റേൺ പേപ്പർ ഒട്ടിച്ചെടുത്തു, കുറേ കളർ പേപ്പേഴ്സ്, പിന്നെ ഞാൻ വാഷിംഗ് ടാപ്സ്, സ്റ്റിക്കേഴ്സ്. കവായി എന്ന് പറയുമ്പോൾ പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണം. ഞാൻ എന്തായാലും കവായി സ്റ്റിക്കേഴ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ സംഭവം വെച്ചിട്ട് ഞാൻ ചെയ്തതാണിത്. എങ്ങനെയാണെന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നേരെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളുടെ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കുറേ വീഡിയോസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാതും നമ്മൾ പോയി ചെക്കൗട്ട് ചെയ്യണം. നിങ്ങൾ പോയി ചെക്കൗട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ലാസ്റ്റാണ് ഞാൻ കവായ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുത്തത്. ഫസ്റ്റ് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതുണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ലാസ്റ്റാണ് ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ. എന്താ ഈ ഒരു ബലൂണൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്ന അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ അടുത്താണ് നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെ ഞാൻ എഴുതിയിട്ടുള്ളത്. എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അത്രയും എഫേർട്ട് ഇട്ട് ചെയ്തതാണ്. എന്നിട്ട് കമൻറ്റ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് വിഷമമാവില്ലേ. അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻറ്റാണ് എൻ്റെ അടുത്ത വീഡിയോക്കുള്ള ഒരു മോട്ടിവേഷൻ. അപ്പോൾ എല്ലാവരും ചാനൽ കമൻ്റ് ഇടുക, സജഷൻസൊക്കെ അറിയിക്കുക. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളത്. പിന്നെ അടുത്ത ഇതിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കോട്ട്സൊക്കെ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലുള്ളതാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൽ നല്ലോണം ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ജേർണലിംഗാണ് കേട്ടോ. എൻ്റെ ഇതിൽ ഈ ഒരു ജേർണലിങ്ങിൽ എനിക്ക് നല്ല വൃത്തി തോന്നി. ഇത് പറയണമെന്ന് എനിക്കറിയുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ കവായ സ്റ്റിക്കറിൻ്റെ ഒട്ടിക്കൽ, പിന്നെ അവിടെ നിന്ന് ഫുൾ ഒട്ടിക്കലായിരുന്നു.
പിന്നെ ഞാൻ സൈഡിൽ ഈ ഇപ്പുറത്തെ പേജിൽ ഞാൻ കുറേ കോഡ്സൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല എന്നുള്ളൂ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ബോറടിച്ച് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കളർ പെൻസിലില്ലേ അത് ബ്ലൂ എടുത്തിട്ട് ഫുൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി, പക്ഷേ ഇതിൽ അധികം കാണുന്നില്ല കാരണം ഞാൻ ഡാർക്കായിട്ടല്ല കൊടുക്കുന്നത്, ലൈറ്റായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിലധികം കാണില്ല. പക്ഷെ അത്ര ഇതാക്കി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജേണലൊക്കെ ചെയ്യാറുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ജേണൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.